കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ഷന്റെ റിസൾട്ട് വളരെ ആവേശത്തോടു കൂടി ടി വിയിൽ ഇങ്ങനെ നോക്കി കാണുമ്പോൾ അതിന്റെ സ്ക്രീൻ ഇങ്ങനെ മാറി മറിയുമ്പോൾ അവസാനമായപ്പോൾ നമ്മൾ ഒരാൾ പരാജയപ്പെടരുത് എന്ന് ആഗ്രഹിച്ചു. ആ ആള് നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവല്ല. പക്ഷെ അദ്ദേഹം അവിടെ ഒരിക്കലും പരാജയപ്പെടരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് മനസ്സുകളുണ്ട്. ആരാണത്? നേമത്തുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി. ഒരിക്കലും അവിടെ പരാജയപ്പെടരുത് എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ വളരെ സുന്ദരമായ, വളരെ വിശാലമായ, വളരെ പവിത്രമായ പാരമ്പര്യവും മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കാൻ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഒരു പാർട്ടിയെ മാറ്റി നിർത്തിയാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സത്യമാണ്. അതിന്റെ ഒരു ഉത്തമ തെളിവ് കൂടി ഇപ്രാവശ്യം നമുക്ക് കാണാൻ കഴിയും. മഞ്ചേശ്വരത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബഹുമാനപ്പെട്ട AKM അഷ്റഫ് സാഹിബ് ഇപ്രാവശ്യം വിജയിച്ചത് അത്യുജ്വലമായൊരു വിജയമാണ്. അവിടെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചു. അവിടെ കമ്മ്യൂണിസവും അതുപോലെ ലീഗും കോൺഗ്രസും എല്ലാം ഒത്തൊരുമിച്ച് നിന്നത് നമ്മുടെ ഈ ഒരു പാരമ്പര്യത്തെ കളങ്കപ്പെടുത്താൻ അവസരവും തക്കവും പാത്തു നിൽക്കുന്ന ഫാസിസ്റ്റ് ശക്തിയായ BJPയെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ അവിടെ ഒരുമിച്ച് നിന്നത്. ആ ഒരു ലക്ഷ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് നേമത്ത് ഉണ്ടായില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനാണ്. നമുക്കറിയാം, കേവലം 3000 വോട്ടിനാണ് അവിടെ BJP വിജയിച്ച് കയറുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയായിരുന്നു അവിടെ LDFന്റെ സ്ഥാനാർത്ഥി. അവിടെ ഈ മഞ്ചേശ്വരത്ത് നമ്മൾക്കുണ്ടായിരുന്ന ഒരു താല്പര്യവും ഒരു ലക്ഷ്യവും എന്തുകൊണ്ട് ഈ നേമത്ത് നമ്മൾ പ്രകടിപ്പിച്ചില്ല? എവിടെയാണ് നമ്മളെടുത്ത് പോരായ്മ വന്നത്? അവിടെ നമ്മൾ ഈ ഒരു താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമുക്കറിയാം, BJP നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കേവലം നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ക്യാൻസർ പിടിപെട്ടാൽ ആ ക്യാൻസർ ശരീരത്തിന്റെ ഭാഗത്തിലൂടെ കയറി ശരീരത്തെ മൊത്തം ആ സകലം വിഴുങ്ങുന്ന അതിഭയാനകരമായിട്ടുള്ളൊരു അവസ്ഥ പോലെയായിരിക്കും BJP നമ്മുടെ നാട്ടിൽ പിടിമുറക്കിയാൽ. അതിന് നമ്മളിതൊരു അവസരം കൊടുക്കാറില്ലായിരുന്നു. അവിടെ നമ്മൾ പാർട്ടിയുടെ പേരോ കൊടിയുടെ ചിഹ്നമോ നോക്കാതെ ഒത്തൊരുമിച്ച് നിൽക്കാറുണ്ട്. ഒരേ ഒരു ലക്ഷ്യം, BJPയെ തകർക്കണമെന്ന ലക്ഷ്യത്തിൽ. അത് നമ്മൾ ഇപ്രാവശ്യം മഞ്ചേശ്വരത്ത് വിജയം കൊണ്ടും ചെയ്തു. പക്ഷെ ആ ഒരു ലക്ഷ്യവും ആ ഒരു കൂട്ടമായ പ്രവൃത്തിയും നേമത്ത് കണ്ടില്ല. അവിടെ ശിവൻകുട്ടി പരാജയപ്പെട്ടു. ശിവൻകുട്ടി ചിലപ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായി ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാർട്ടിയുടെ നേതാവല്ലായിരിക്കാം. പക്ഷെ നമ്മൾ ലക്ഷ്യം അവിടെ നമ്മൾക്ക് നടപ്പിൽ വരുത്താൻ സാധിച്ചില്ല. അവിടെ വലിയൊരു പോരായ്മ പറ്റി എന്നുള്ളൊരു അഭിപ്രായം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ. അവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കണമായിരുന്നു. BJPയെ തുരത്താൻ, അവർക്ക് അവിടെ സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടിയുടെ നിറം മറന്ന്, നമ്മൾ പാർട്ടിയുടെ പേര് മറന്ന് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമായിരുന്നു എന്നുള്ളൊരു എളിയൊരു അഭിപ്രായം. ഒരിക്കലും അവിടെ ശിവൻകുട്ടി പരാജയപ്പെടരുത് എന്ന് ഒരുപാട് വട്ടം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു വ്യക്തികളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നിങ്ങളും അങ്ങനെ ആഗ്രഹിച്ചവരിൽ പെട്ടവരല്ലേ?